ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ചെയ്തെടുത്തേക്കുന്നത് പച്ചപ്പൊടി യൂസ് ചെയ്തിട്ടാണ്, അതായത് വറുക്കാത്ത പൊടി യൂസ് ചെയ്തിട്ട്. അതേപോലെ തന്നെ നമുക്കിത് എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്നും ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പച്ചപ്പൊടി സ്റ്റോർ ചെയ്യുന്നത് ഒന്നെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും കവർ, ഒന്നെങ്കിൽ ഷിമ്മി കവറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലോ നമ്മൾ പൊടി ഇട്ട് വയ്ക്കുക. അതിനുശേഷം നല്ലപോലെ കെട്ടിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലല്ല ഇത് വെക്കേണ്ടത്, ഫ്രീസറിൻ്റെ ഉള്ളിലായിട്ട് വേണം ഇത് വയ്ക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിലും ഇത് സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് പെട്ടെന്ന് കട്ടയായി പോവും. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തണുപ്പും ആ ഒരു ഐസിൻ്റെ കട്ടയൊക്കെ മാറി കിട്ടത്തുള്ളൂ. പക്ഷെ നമുക്കിങ്ങനെ നല്ല പോലെ സ്റ്റോർ ചെയ്ത് കിട്ടും. കുറേ നാൾ നമുക്ക് പച്ചപ്പൊടി കേടാകാതെ സൂക്ഷിക്കാനും പറ്റും ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ കവറിലിരുന്ന പൊടിയാണ് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പച്ചപ്പൊടിക്കാണ് ഇന്ന് അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തണുപ്പ് പോകാനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചോറും കുറച്ച് തേങ്ങയും കൂടെ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അത് നമുക്കിനി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുകയും കൂടെ ചെയ്യും. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ഈസ്റ്ററിന് ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു അപ്പത്തിൻ്റെ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ജീരകവും അതേപോലെ തന്നെ നമുക്കൊരു 2 അല്ലിയോളം വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. അതിന് ശേഷം അത് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് പുളിച്ച് പൊങ്ങാനായിട്ട് ഞാനിവിടെ ഈസ്റ്റാണ് ആഡ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇത് നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോൾ നമുക്കിനി നമ്മുടെ അരപ്പ് തേങ്ങയും ചോറും അതേപോലെ ജീരകവും വെളുത്തുള്ളിയും ഈസ്റ്റും പഞ്ചസാരയും കൂടി ഇട്ട അരപ്പ് നമ്മുടെ പൊടിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പച്ചപ്പൊടിയിലോട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ എല്ലാ ഭാഗത്തും എത്താൻ ഭാഗത്തിനൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ആ ഒരു അപ്പത്തിൻ്റെ കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. മിക്ക ആളുകളും അപ്പം ഉണ്ടാക്കുന്നത് നമ്മൾക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന വറുത്ത അരിപ്പൊടി യൂസ് ചെയ്തിട്ടാണ്. അതിൽ നല്ല ടേസ്റ്റാണ് നമ്മൾ പച്ചപ്പൊടി യൂസ് ചെയ്തിട്ട് അപ്പം ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിങ്ങനെ ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അരി ഒന്ന് കുതിർത്തിയിട്ട് ഒന്നെങ്കിൽ മില്ലിൽ കൊണ്ടുവന്ന് പൊടിപ്പിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളമില്ലാണ്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല നൈസായിട്ടുള്ള പൊടി നമുക്ക് കിട്ടും. അപ്പോൾ അത് നമുക്ക് സ്റ്റോർ ചെയ്യാനും എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഷിമ്മി കവറിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലോ അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിലോ ഇട്ടിട്ട് ഫ്രീസറിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് വെക്കുകയെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മാസത്തോളം നമുക്ക് പച്ചപ്പൊടി കേടാകാതെ സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് അച്ചപ്പോ അപ്പോൾ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇവിടെ മാവ് ഏകദേശം വെള്ളമൊക്കെ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിനി ഇത് പുളിക്കാനായിട്ട് മാറ്റി വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിത് പച്ചപ്പൊടിക്ക് ആണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. കപ്പി കാച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് തേങ്ങയും ചോറും അതേപോലെ തന്നെ പുളിക്കാനായിട്ട് ഈസ്റ്റും പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ജീരകവും അതേപോലെ തന്നെ വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ സാധാരണ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് പൊങ്ങി വരാനായിട്ട് ഞാൻ ചെറിയ ചൂടുവെള്ളം ഇതിൽ അടിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് പൊന്തി കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം.
ഇതിപ്പോൾ ഞാൻ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ പാലപ്പച്ചട്ടിയിലാണ്. ഇതിനു പകരം നമുക്ക് സാധാ കല്ലിലും ചെയ്തെടുക്കാം. അപ്പോഴും നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ വെളുത്തുള്ളിയും ജീരകമൊക്കെ ചേർക്കണതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ ഈസ്റ്റാണ് ഇട്ടേക്കുന്നത്. ഇതിന് പകരം നമുക്ക് ആ ഒരു വെള്ളം ആഡ് ചെയ്യുന്ന ടൈമിൽ കള്ള് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കള്ളപ്പം നമുക്ക് പച്ചപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരികയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ട് നല്ല അടിപൊളി റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല അടിപൊളി റെസിപ്പീസുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.